ഇന്ന് നമുക്ക് ഒരു അടിപൊളി സേമിയ ഉള്ളിവട ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: സേമിയ, കൊത്തിയരിഞ്ഞ ഇഞ്ചി, ഒരു പച്ചമുളക് കൊത്തിയരിഞ്ഞത്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, മൈദ വേണം, മുളക് പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഒരു പാത്രം എടുക്കാം. പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഈ ഒരു കപ്പ് ഫുള്ള് ചേർക്കുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി, കായപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് വീണ്ടും ഇളക്കാം. ഞാനൊരല്പം വെള്ളം കൂടി ചേർക്കുകയാണ്. സവാളയും ഉപ്പും ഇഞ്ചിയും പച്ചമുളകും മുളക് പൊടിയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മിക്സായിട്ടുണ്ട്. ഇനി സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് വറുത്ത സേമിയയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പം നമ്മളെല്ലാം കൂടെ വളരെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഗ്യാസ് ഓൺ ചെയ്തു, ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഉള്ളിവടയുടെ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ.